മലയാളത്തില് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വെബ് സീരീസ് കൂടി വന്നിട്ടുണ്ട്. റോസ്ലിൻ എന്നാണ് വെബ് സീരീസിന്റെ പേര്. വിനായക് ശശികുമാറാണ് പടം എഴുതിയിരിക്കുന്നത്. മലയാളത്തിലെ പ്രസന്റ് ടൈമിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ലിറിക്സിസ്റ്റ് ആണ് വിനായക്. അദ്ദേഹത്തിന്റെ നല്ലൊരു സ്ക്രിപ്റ്റ്, ഒറിജിനൽ സ്റ്റോറിയും സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് വിനായക് തന്നെയാണ്. നല്ല ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, ത്രില്ലറാണ് പടം. നമ്മളിലെ ആദ്യത്തെ 1-2 എപ്പിസോഡിൽ കാണുന്ന സമയത്ത് ഇതൊരു സൈക്കോ ത്രില്ലർ ആണോ എന്ന് നമ്മളിങ്ങനെ ആലോചിച്ചു പോകും. കാരണം ഒരു 17 വയസ്സിലൊരു കുട്ടി, അവര് കാണുന്ന സ്വപ്നങ്ങള്, പേടിപ്പിക്കുന്ന സ്വപ്നങ്ങള്, പിന്നെ ഒരു ആംബിയൻസ്, ഒരു സാധാരണ മനുഷ്യന് പേടിക്കാനുള്ള എല്ലാ ആംബിയൻസും അതിന്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. അതായത് ഹൈ റേഞ്ചിലാണ് സ്റ്റോറി നടക്കുന്നത്. ഒരു വലിയ വീട്, ഫാം. അപ്പോ മനസ്സിലായല്ലോ, ഒരാൾക്ക് പേടിക്കാനുള്ളതെല്ലാം ആ സെറ്റപ്പിൽ തന്നെ ഉണ്ട്. പക്ഷെ ഈ സ്റ്റോറി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല, വേറൊരു രീതിക്കാണ് പോവുക. നല്ലൊരു ത്രില്ലറാണ്. വിനീത്, മീന, സഞ്ജന, അതുപോലെ തന്നെ ഹക്കീം ഷാ, ഇവരാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. വേറെയും കുഞ്ഞു കുഞ്ഞു ആർട്ടിസ്റ്റുകളൊക്കെ വന്നു പോകുന്നുണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു. വിനീത് ഇപ്പോ നമ്മൾ തൊട്ടു മുമ്പ് കണ്ട എക്കോ എന്ന് പറയുന്ന മൂവിയിലെല്ലാം കാണിച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, അതിന്റെ ഒരു വേറൊരു വേർഷൻ ആയിട്ടോ അല്ലെങ്കിൽ അത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായി തന്നെയാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. ഒരു അച്ഛൻ കഥാപാത്രമാണ്, നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മീനയുടെ കഥാപാത്രം കാണുന്ന സമയത്ത് നമുക്ക് ദൃശ്യത്തിലെ ക്യാരക്ടർ പോലെയൊക്കെ നമുക്ക് തോന്നും. മീനയും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. മീന അറിയാലോ, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ആക്ട്രസ് ആണ്. പിന്നെ എനിക്ക് ആ ഒരു പോരായ്മയെ തോന്നിയ കാര്യം എന്താ വെച്ചാല് അവരുടെ മേക്കപ്പ് ഭയങ്കര ഓവറാണ്. അതിപ്പോ ദൃശ്യം മൂവി എടുത്തു കഴിഞ്ഞാലും അറിയാലോ, വീട്ടിൽ ചിലപ്പോ പച്ചക്കറി എല്ലാം മുറിക്കുന്ന അമ്മായിയായിട്ട് അല്ലെങ്കിൽ അമ്മച്ചിയായിട്ടൊക്കെ ആയിരിക്കും അഭിനയിക്കുക. പക്ഷെ അവരുടെ മേക്കപ്പ് എന്ന് വെച്ചാല് വല്ലാത്ത മേക്കപ്പാണ്. കുട്ടിയെല്ലാം ഇട്ട് ഇങ്ങനെ ചോപ്പിച്ച് അങ്ങനെ റെഡി ആയി സെറ്റ് ആയിരിക്കുന്ന, സീരിയൽ ഷൂട്ടിങ്ങിന് പോകാൻ നിൽക്കുന്ന ഒരു അമ്മായിയെ പോലെയാണ് ആ കഥാപാത്രം ഉണ്ടാവുക. പൊതുവെ ആ മീന എന്ന് പറയുന്ന ആക്ട്രസിന്റെ ഒരു സ്ക്രീൻ അപ്പിയറൻസ് അങ്ങനെ തന്നെയാണ്. അതിപ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതൊരു പോരായ്മയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ട് അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ മേക്കപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതില് വിനീതിന്റെ മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂംസ് ഒക്കെ നന്നായിരുന്നു. ആ ഒരു ഏജ് ശരിക്കും കാണാനുണ്ട്. ശരിക്കും ഒരു അച്ഛൻ കഥാപാത്രം തന്നെയാണ്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട കഥാപാത്രം അഭിനയിച്ചിട്ടുള്ള സഞ്ജനയുടെ നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അതാണ് ആ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. അവരിൽ കൂടിയാണ് ഈ സിനിമ കേട്ടോ, വെബ് സീരീസ് മുന്നോട്ട് പോകുന്നത്. അടുത്തായിട്ട് പറയാനുള്ള ആള് ഹക്കീം ഷാ ആണ്. ഹക്കീം ഷാ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ആക്ടറാണ്. അയാളുടെ പെർഫോമൻസിന് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആദ്യത്തെ 1-2 എപ്പിസോഡിൽ കാണുന്ന സമയത്ത്, 1-2 ഏകദേശം ഒരു പകുതി വരെ നമുക്ക് ഇയാളോട് തോന്നുന്ന ഒരു പേടിയുണ്ട്. ഇനി ഇയാളങ്ങനെ കൊല്ലുമോ, ആ ഒരു തോന്നലുണ്ട്. പിന്നെ അയാളുടെ അപ്പിയറൻസ് നോക്കി കഴിഞ്ഞാലും ആ ഒരു കണ്ണും പൂച്ചക്കണ്ണെല്ലാം ആയിട്ട് കണ്ട അത്യാവശ്യം പേടിക്കുന്ന രീതിയിലാണ് അയാളെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫാം സെറ്റപ്പ് എല്ലാം കാണുന്ന സമയത്ത് തന്നെ എന്തൊക്കെയോ ഒരു ദുരൂഹതയെല്ലാം തോന്നും നമുക്ക്. അല്ലെങ്കിൽ അത്രയും ചെറിയ ഫാമിലിക്ക് എന്തിനാണ് അത്രയും വലിയ വീട്, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ ഇതിന്റെ കഥ ഉണ്ടല്ലോ, ഒട്ടും ലൂപ്പില്ലാതെ എഴുതിയിട്ടുള്ള ഒരു കഥയാണ്. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതായത് സ്ക്രിപ്റ്റ് നമുക്ക് എവിടെയാണ് ഒരു വീക്ക് പോയിന്റ് ആയിട്ടൊന്നും അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റില്ല. നമ്മളെ ആദ്യത്തെ 1-2 എപ്പിസോഡിൽ തന്നെ ഉണ്ടല്ലോ ഇവര് പിടിച്ച് ആ ഒരു യൂണിവേഴ്സിലേക്ക് കൊണ്ടുവരും. ഇങ്ങനെയാണ് ഇതിന്റെ ജിയോഗ്രഫി, ഇങ്ങനെയാണ് ഇതിന്റെ കഥ പോകുന്നത്. പിന്നെ നമ്മളും ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു കഥയുടെ കൂടെ തന്നെ സഞ്ചരിച്ച് അവസാനമാണ് ഈ സാധനം എക്സ്പ്ലോർ ചെയ്ത് വരുന്നത്. നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സുമേഷിന്റെ നല്ല ഡയറക്ഷൻ ആയിരുന്നു. എവിടെ നിന്നൊക്കെ പോരായ്മൊന്നും പറയാനൊന്നുമില്ല. പിന്നെ ആ ഒരു കാര്യം എനിക്ക് തോന്നിയത് ഈ ഞാൻ പറഞ്ഞ മീനയുടെ മേക്കപ്പ് മാത്രമാണ്. അത് കുറച്ച് അവർക്ക് ശ്രദ്ധിക്കാമായിരുന്നു. പക്ഷെ അവർ സിനിമയിൽ അങ്ങനെ തന്നെ ആയതുകൊണ്ട് പിന്നെ കോംപ്രമൈസ് ചെയ്യില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാല് ഈ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വിഷ്ണു ആണ് ചെയ്തിട്ടുള്ളത്. നല്ല സ്കോറിംഗ് ആയിരുന്നു. വിഷ്ണു തന്നെ രണ്ടുപേരുടെ ആദ്യത്തെ വിഷ്ണു ശ്യാം നല്ല സ്കോറിംഗ് ആയിരുന്നു. അതായത് കുറച്ചൊരു ദുരൂഹതയും, പക്ഷെ അറ്റ് ദ സെയിം ടൈം തന്നെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു, ഒരു നഷ്ടമുണ്ട്, ഒരു ലോസ് ഉണ്ട് ആ മ്യൂസിക്കിൽ തന്നെ. അതേസമയം തന്നെ ഒരു ദുരൂഹതയുണ്ട്. നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് കൊണ്ടിട്ടുണ്ട് വിഷ്ണു. അതുപോലെ തന്നെ ഈ വെബ് സീരീസിന്റെ പ്രസന്റ് ചെയ്തിട്ടുള്ളത് ഷോ റണ്ണർ എന്ന് പറയുന്നത് ജീത്തു ജോസഫ് ആണ്. അറിയാലോ, ഇങ്ങനെയുള്ള സ്റ്റോറികളുടെ ഒരു അപ്പോസ്തലൻ എന്നെല്ലാം പറയാൻ പറ്റിയ ആളാണ് ജീത്തു ജോസഫ്. ശരിക്കും ജീത്തു ജോസഫിന്റെ ഒരു മൂവി ഇല്ലേ, ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഈ വെബ് സീരീസ് പോകുന്നത്. നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. കുഞ്ഞു എപ്പിസോഡാണ്. പരമാവധി 35 മിനിറ്റ് ആണ്. ബാക്കിയെല്ലാം അതിൽ താഴെ വരുന്ന ഡ്യൂറേഷനിലാണ് അവർ എപ്പിസോഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒറ്റ ദിവസം കൊണ്ട്, അതായത് ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ടപ്പ് ചെയ്യുന്ന കണ്ടുതീർക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു സ്പീഡ് എന്ന് പറയുന്നത്. നമുക്കങ്ങനെ ലാഗ് ഒന്നും ഫീൽ ചെയ്യില്ല ഇവിടെ. പിന്നെ ലാഗ് തോന്നാൻ സാധ്യതയുള്ളത് ഒരു 3-ാമത്തെയും 4-ാമത്തെയും എപ്പിസോഡിൽ മാത്രമാണ്. അത് അത്ര വലിയ ലാഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. കാരണം ഒരു വെബ് സീരീസ് ആണ്, സിനിമയല്ലല്ലോ. സിനിമയാണ് പിന്നെ നമുക്ക് പറയാം കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, ഇന്റർവെല്ലിനോട് എടുക്കുന്ന സമയത്ത് ലാഗ് ഉണ്ടായിരുന്നു. പക്ഷെ വെബ് സീരീസ് ആയതുകൊണ്ട് ഒരു സീരിയലിന്റെ സ്വഭാവം സ്വാഭാവികമായിട്ട് ഇതിനുണ്ടാകും. സോ അങ്ങനെ വലിയ ലാഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. ശരിക്കും ആ ഒരു പേസ് ആവശ്യമാണ്. മെല്ലെ കഥ പറഞ്ഞു പോകാൻ വേണ്ടി പറ്റും.
അല്ലെങ്കിൽ ഇത് സിനിമയൊക്കെ പോരെ, വെബ് സീരീസ് ആക്കേണ്ട കാര്യമില്ലല്ലോ. സോ ഇതാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് ചെറിയൊരു ഇത് തോന്നിയത് എന്താ വെച്ചാൽ, എനിക്ക് ആദ്യത്തെ കുറച്ച് എപ്പിസോഡ് കാണുന്ന സമയത്ത് ഈ സിനിമയിലെ വെബ് സീരീസിൽ ഒരു ചെറിയൊരു കുട്ടിയുണ്ട്. അതായത് വിനീതിന്റെയും മീനയുടെയും ഒരു രണ്ടാമത്തല്ല ഒരു കുട്ടി, ചെറിയ കുട്ടിയുണ്ട്, 3 വയസ്സ് മറ്റേ കുട്ടി. ഈ കുട്ടിയും ഇതിലെ പ്രധാന കഥാപാത്രം തമ്മില് എവിടെ ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യില്ല. സാധാരണ വീട്ടിലൊരു ചെറിയ കുട്ടി ഉണ്ടെങ്കിൽ അറിയാലോ, അതിന്റെ കൂടെ തന്നെ ആയിരിക്കും നമ്മള്. പക്ഷെ ഇതില് ഈ 17 വയസ്സുള്ള ഈ സഞ്ജനയുടെ ക്യാരക്ടറും അതുപോലെ തന്നെ ഈ ചെറിയ കുട്ടിയും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആയി കഴിഞ്ഞാലും എന്തോ ചില കണക്ഷൻ പ്രോബ്ലം ഉള്ളത് പോലെ നമുക്ക് എനിക്ക് ആദ്യം ഇങ്ങനെ ഫീൽ ചെയ്തിരുന്നു. ഇതെന്താണ് ഇന്ന് വർക്കാവാത്തത് ഇനി ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ. പക്ഷെ അവസാനത്തെ ആ ഒരു എപ്പിസോഡ് കൂടിയിട്ടില്ലേ, നമുക്ക് ആ ഒരു കണക്ഷൻ പ്രോബ്ലം മാറി കിട്ടും. അപ്പൊ അത് ഇങ്ങനെയാണ് ആ ഒരു എന്താണ് അതിന്റെ കെട്ട് മൊത്തം അഴിച്ചു കളയുന്ന രീതിയിലാണ് ലാസ്റ്റ് എപ്പിസോഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല ട്വിസ്റ്റ് ഉണ്ട്, ക്വാളിറ്റി ഉള്ള സ്റ്റഫ് ആട്ടോ. നല്ല വെബ് സീരീസ്. എനിക്ക് ഫസ്റ്റ് എപ്പിസോഡ് കാണുന്ന സമയത്തും ഇത് സൈക്കോ വെബ് സീരീസ് ആണോ, അങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ചില മൂവിയുടെ പാറ്റേണിലേക്കാണോ വരുന്നതെന്നൊക്കെ ആദ്യം തോന്നി. ബട്ട് പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ആ രീതിക്കല്ല. ലാസ്റ്റ് എപ്പിസോഡ് കൂടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ നല്ല കിഡ്ല സാധനം, ഒരു ത്രില്ലർ ആയിരുന്നു. സൂപ്പർ ആയിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ്. ക്വാളിറ്റി ഉണ്ട്, വെറുതെ ഒരു വെബ് സീരീസ് ആക്കണം എന്നുള്ളതിൽ എഴുതി വെച്ചിട്ടുള്ള ഒന്നല്ല. ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റഫാണ്. നല്ല രീതിയിൽ അത് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർട്ടിസ്റ്റുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നൈസ് ആയിട്ടുള്ള ഒരു വെബ് സീരീസ് കണ്ടു നോക്കുക, റോസ്ലിൻ.